ശ്ലോകം 2 നോക്കാം. ബ്രഹ്മചര്യദൃഢതാദിഭിര്യമൈരാപ്ലവാദിനിയമൈശ്ച പാവിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. പിരിച്ചു നോക്കാം. ബ്രഹ്മചര്യ ദൃഢത ആദിഭിഃ യമൈഃ. ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈഃ. അത് ഒരുമിച്ച് വായിക്കണം. ബ്രഹ്മചര്യ ദൃഢതാ ആദിഭിഃ യമൈഃ ആപ്ലവ ആദി നിയമൈഃ ച പാവിതാഃ. ആപ്ലവ ആദി നിയമൈഃ ച പാവിതാഃ. പാവിതാഃ ആദ്യത്തെ പാദവും രണ്ടാമത്തെ പാദവും ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈരാപ്ലവാദി നിയമൈശ്ച പാവിതാഃ. അതല്ല, ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈഃ ആപ്ലവാദി നിയമൈശ്ച പാവിതാഃ. അങ്ങനെ രണ്ട് തരത്തിലും എടുക്കാം. അപ്പം നമ്മളവിടെ യമൈഹി എന്നുള്ളത് കൊണ്ട് അവിടെ വിസർഗം കൊടുത്ത് അവിടെ നിർത്തിയേച്ച് ആപ്ലവാദി എന്ന് തുടങ്ങെടുക്കണം. അവിടെ യമൈഹി എന്ന് പറഞ്ഞാൽ പിന്നെ രാപ്ലവാദി നിയമൈശ്ച എന്ന് എടുക്കരുത്. അപ്പം അവിടെ വിസർഗം പറയുന്നില്ലെങ്കിൽ മാത്രം ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈരാപ്ലവാദി എന്നെടുക്കുക, അല്ലെങ്കിൽ യമൈഹി ആപ്ലവാദി എന്നെടുക്കുക. കുർമഹേ ദൃഢമമീ. ദൃഢം അമീ സുഖ ആസനം. സുഖാസനം. പങ്കജാദ്യം അപി. പങ്കജാദ്യമപി വാ ഭവത് പരാഃ. പങ്കജാദ്യമപി വാ ഭവത് പരാഃ. ബ്രഹ്മചര്യ ദൃഢതാദിഭിര്യമൈരാപ്ലവാദി നിയമൈശ്ച പാപിതാഃ കുർമഹേ ദൃഢമമീ സുഖാസനം പങ്കജാദ്യമപി വാ ഭവത്പരാഃ. ശ്ലോകം 2 അന്വയവും അർത്ഥവും നോക്കാം. അമീ ഭവത്പരാഃ. ഈ അടിയങ്ങൾ അങ്ങയെ തന്നെ ആശ്രയിച്ചവരായി. ബ്രഹ്മചര്യ ദൃഢതാദിഭിഃ യമൈഃ ആപ്ലവാദി നിയമൈഃ ച. ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും സ്ത്രീകളുടെ ദർശനം, സ്പർശനം അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉറച്ച ബ്രഹ്മചര്യം, അഹിംസ, സത്യം തുടങ്ങിയ യമങ്ങളാലും സ്നാനം, മനഃശുദ്ധി, ജപം മുതലായ നിയമങ്ങളാലും. അപ്പം ഇവയെല്ലാം ചെയ്ത് ബ്രഹ്മചര്യ ദൃഢതാദിഭിഃ യമൈഃ ആപ്ലവാദി നിയമൈഃ ച പാവിതാഃ പരിശുദ്ധരായി തീർന്നിട്ട് സുഖാസനം അപി വാ പങ്കജാദ്യം ദൃഢം കർമ്മഹേ. അപ്പം സുഖാസനം അപി, സുഖാസനമോ പങ്കജാസനം, അതുപോലെ സ്വസ്തി, അങ്ങനെ സുഖാസനം പലതരത്തിലുള്ള സുഖാസനങ്ങളുണ്ടല്ലോ. സ്വസ്തികാസനം മുതലായ ആസനവിശേഷമോ അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചു കൊള്ളാം. അതൊക്കെ ഞാൻ ശീലിച്ചു കൊള്ളാം. അഭ്യാസം ചെയ്ത് ശീലിച്ചു കൊള്ളാം. കർമ്മഹേ, ഞാൻ അങ്ങനെ അഭ്യാസം കൊണ്ട് ഉറപ്പിച്ചു കൊള്ളാം. യമം, നിയമം, ആസനം, ഈ 3 യോഗാംഗങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അമീ, വയം എന്ന ആ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യോഗാനുഷ്ഠാനം ചെയ്യാൻ കഴിഞ്ഞാൽ ഭട്ടതിരിപ്പാടിന് ഉണ്ടാകാവുന്ന ആ ധന്യതയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പം ദൃഢമായ ബ്രഹ്മചര്യവും പിന്നെ ഹിംസ, അസത്യം, മോഷണം ഇത്യാദി അവയൊക്കെ വർജനം ചെയ്തിട്ട്, എന്ന് വെച്ചാൽ അവയൊക്കെ യമങ്ങൾ, പിന്നെ യമങ്ങളെ കൊണ്ടും സ്നാനം, മനഃശുദ്ധി, ജപം, തപസ്, ഹോമം ഇത്യാദികളായ നിയമങ്ങളെ കൊണ്ടും, അതാണ് നിയമങ്ങളെന്ന് പറയുന്നത്, നിയമങ്ങളെ കൊണ്ടും ഭഗവത് ഭക്തനായിരിക്കുന്ന ഞാൻ പരിശുദ്ധനായിട്ട് പത്മാസനം തുടങ്ങിയ ആസനങ്ങളെയോ മറ്റു സുഖാസനങ്ങളെയോ ദൃഢമായി ശീലിച്ചു കൊള്ളാം എന്ന് ഭഗവാനോട് പറയുകയാണ്.